ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആരോഗ്യം, അതുപോലെ തന്നെ അസുഖം, അതിൻ്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കൺസെപ്റ്റുകൾ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. അവർ ഫസ്റ്റിൽ വരുന്ന ഹെൽത്താണ്, കൺസെപ്റ്റ് ഓഫ് ഹെൽത്താണ്. നോട്ടുകൾ ഞാൻ വളരെ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ എല്ലാവർക്കും പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് എല്ലാവർക്കും മെയിൽ വഴി ഞാൻ നോട്ടുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അത് എടുക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ എല്ലാവർക്കും മെയിൽ അയച്ചിരുന്നു. അപ്പോൾ ആ നോട്ടുകൾ കൂടെ ഒന്ന് പരിശോധിക്കുക. ആ നോട്ടുകളിൽ തന്നെയാണ് നമ്മൾ നേരത്തെ വോയിസ് ക്ലാസ്സുകളെടുത്ത അതേ സെയിം തന്നെയാണ് വീഡിയോ ആയിട്ട് വരുന്നത്. പഠനം കുറച്ചുകൂടി എളുപ്പം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പുകളായിട്ട് തരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാവരും. നമുക്കതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിൽ, കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് വരുന്നത് നമുക്കതിൻ്റെ ഓൾഡ് തീം എന്താണെന്ന് പഠിക്കാം, അല്ലേ? ആരോഗ്യത്തിൻ്റെ ഓൾഡ് തീം, പഴയൊരു തീം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഓൾഡ് തീം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നാണ് പറഞ്ഞിരുന്നത്. കൺസെപ്റ്റ് ഓഫ് ഹെൽത്തിൽ ആരോഗ്യത്തിൻ്റെ ഹെൽത്തിൻ്റെ ഓൾഡ് തീം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസ്, അസുഖങ്ങൾ ഇല്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഇപ്പോൾ നമുക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലേ എന്താണ് അതിൻ്റെ പഴയ തീം എന്ന് പറഞ്ഞാൽ. നമുക്ക് ആബ്സെൻസ് ഓഫ് ഡിസീസ്, അസുഖങ്ങൾ ഇല്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യമെന്ന് പറയുന്നത്, ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഓൾഡ് തീം. ഇനി ചില സംസ്കാരങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇൻ സം കൾച്ചേഴ്സ് ഹെൽത്ത് ആൻഡ് ഹാർമണി ആർ കൺസിഡേർഡ് ഈക്വലൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നത് എന്താ പറയുന്നത്, ചില സംസ്കാരങ്ങളിൽ ആരോഗ്യവും ഹാർമണി, അവരുടെ ഐക്യവും എല്ലാം തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചില സംസ്കാരങ്ങളിൽ. അപ്പോൾ അവരുടെ ആരോഗ്യവും ഐക്യവും എല്ലാം തുല്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പം എന്താണ് ഹാർമണി എന്ന് പറഞ്ഞാൽ? എന്താണ് ഹാർമണി എന്ന് പറഞ്ഞാൽ? ബീയിങ് പീസ് വിത്ത് സെൽഫ്, ദ കമ്മ്യൂണിറ്റി, ഗോഡ്സ് ആൻഡ് കോസ്മോസ്. അതാണ് ഹാർമണി എന്ന് പറയുന്നത്. ഐക്യം എന്ന് പറയുമ്പം എന്താ പറയുന്നത്? ബീയിങ് പീസ് വിത്ത് സെൽഫ്, ദ കമ്മ്യൂണിറ്റി, ഗോഡ് ആൻഡ് കോസ്മോസ് പറഞ്ഞു. നമ്മൾ വ്യക്തിഗതമായിട്ടും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും അത് ആത്മീയമായിട്ടും എല്ലാം ഒരു നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഹാർമോണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹെൽത്തിൻ്റെ പഴയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസാണ്. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത് ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, അല്ലേ? ഓൾഡ് ഡെഫിനേഷൻ പഠിച്ചു. ഹെൽത്ത് ഫോർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ആണ് ഹെൽത്ത് എന്ന് പഠിച്ചു, അത് ഓൾഡ് ഡെഫിനേഷൻ. ഇനി നമുക്ക് അത് തുടർന്ന് പോകുമ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡിസിഷൻ? അതാണ് ഹെൽത്ത് ഫോർ ആൾ എന്ന് പറയുന്നത്. ഹെൽത്ത് ഫോർ ആൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളൊരു ഡിസിഷൻ അതെപ്പോഴാണ് എടുത്തിരിക്കുന്നത്? 1977 30ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്താണ്? ഹെൽത്ത് ഫോർ ആൾ, സമഗ്ര ആരോഗ്യം, എല്ലാവർക്കും ആരോഗ്യം. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നു: ദ അറ്റൈൻമെൻറ്റ് ബൈ ഓൾ സിറ്റിസൺ ഓഫ് ദി വേൾഡ് ബൈ ദ ഇയർ 2000 ഓഫ് ദ ലെവൽ ഓഫ് ഹെൽത്ത് ദാറ്റ് വിൽ പെർമിറ്റ് ദം ടു ലീഡ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ് എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഫോർ ആളിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: the attainment by all citizens of the world by the year 2000 of a level of health that will permit them lead a socially and economically productive life. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2000 AD കൂടിയിട്ട് എല്ലാവർക്കും അവരുടെ ജീവിത നിലവാരം അത് സോഷ്യലായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ലൊരു പ്രൊഡക്റ്റീവ് ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ആരോഗ്യം മെച്ചപ്പെടുത്തുക, നേടിയെടുക്കുക എന്നതാണ് ഹെൽത്ത് ഫോർ ആൾ കൊണ്ട്, ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1977 30ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പം നമുക്കിനി അടുത്ത് വരുന്നത് കഴിഞ്ഞ PSC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് WHO സുപ്രീം ഡിസിഷൻ എടുക്കുന്നത് ആ ബോഡിയുടെ പേര് എന്താണ്? അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ എക്സിക്യൂട്ടീവ് ബോർഡ്, സെക്കൻഡ് വേൾഡ് ഹെൽത്ത് അസംബ്ലി, തേർഡ് WHO സെക്രട്ടേറിയറ്റ്, 4ാമത്തെ ഓപ്ഷൻ വന്നത് WHO എക്സ്പെർട്ട് കമ്മിറ്റി ആയിരുന്നു. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്.
ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ WHO ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് അസംബ്ലി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് 30ാമത്തെ അസംബ്ലിയിൽ എടുത്ത തീരുമാനമാണ് ഈ വേൾഡ് ഹെൽത്ത് ഫോർ ആൾ എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുത്തത്. 1977 അസംബ്ലിയാണ്, 30ാമത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലി ആയിരുന്നു. അന്നേരം എടുത്ത ഒരു പ്രധാന തീരുമാനമായിരുന്നു ഹെൽത്ത് ഫോർ ആൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 കൂടിയിട്ട് എല്ലാവരും ആ ഒരു ആരോഗ്യാവസ്ഥ നേടിയെടുക്കുക, അറ്റൈൻമെൻറ്റ് ബൈ ഓൾ സിറ്റിസൺ എന്ന് പറയുന്നത്. അവർക്ക് അത് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ലൈഫിന് വേണ്ടിയിട്ട്, അതെങ്ങനെയാണ് നല്ല രീതിയിലുള്ള സോഷ്യലായിട്ടും സാമൂഹികപരമായും സാമ്പത്തികപരമായിട്ടും നല്ലൊരു പ്രൊഡക്റ്റീവ് ലൈഫ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, ആരോഗ്യ നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഫോർ ആൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സുപ്രീം ഡിസിഷൻ എടുക്കുന്ന ബോഡി WHO ബോഡി എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് അതൊരു ഫസ്റ്റിൽ വന്ന കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. കാരണം നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നത് അല്ലേ. ഇനി എന്താ പറയുന്നത്, ഇനി അടുത്ത പോയിന്റുകളാണ്. നമ്മളിപ്പോൾ ഹെൽത്തിൻ്റെ കൺസെപ്റ്റുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസിലെ ഹെൽത്തിൻ്റെ കൺസെപ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് റെഫറൻസ് എടുക്കുന്നത്. പാർക്ക് ടെക്സ്റ്റ് ബുക്കിലെ 2nd ചാപ്റ്ററാണ്. അതിനകത്ത് പേജ് നമ്പർ 13 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചു പോകണം. ഞാൻ PDF ഫയലുകൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ആവശ്യമുള്ളവർ ഒന്നും അറിയിച്ചാൽ മതി, ഞാൻ ഒന്നുകൂടി ഇട്ടുതരാം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചേഞ്ചിങ് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ചേഞ്ചിങ് കൺസെപ്റ്റുകൾ, അപ്പോൾ ഹെൽത്തിൻ്റെ ചേഞ്ചിങ് കൺസെപ്റ്റുകളിൽ അതിനകത്ത് പ്രധാനപ്പെട്ട 4 എണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ബയോമെഡിക്കൽ കൺസെപ്റ്റ്, സെക്കൻഡ് എക്കോളജിക്കൽ കൺസെപ്റ്റ്, തേർഡ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ്, ഫോർത്തായിട്ട് വരുന്നത് ഹോളിസ്റ്റിക് കൺസെപ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ 4 കൺസെപ്റ്റുകളിൽ എന്തൊക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ചേഞ്ചിങ് കൺസെപ്റ്റുകൾ. ഓക്കെ, ചേഞ്ചിങ് കൺസെപ്റ്റിൽ ഫസ്റ്റിൽ വരുന്നത് ബയോമെഡിക്കൽ കൺസെപ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബയോമെഡിക്കലായിട്ടുള്ള ആ കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റിൽ ഓൾഡ് തീമിൽ പഠിച്ചതുപോലെ തന്നെ ഓൾഡ് തീമിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് തന്നെയാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റിനകത്ത് വരുന്നത്. ആബ്സെൻസ് ഓഫ് ഡിസീസ്, ആ ഒരു കൺസെപ്റ്റ് എന്താണ്? ഇഫ് വൺ വാസ് ഫ്രീ ഫ്രം ഡിസീസ് ദ പേഴ്സൺ വാസ് കൺസിഡേർഡ് ഹെൽത്തി. അതാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റ് പറയുന്നത്. അത് ബേസ് ചെയ്തിരിക്കുന്നത് ജെം തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യക്തി അസുഖത്തിൽ നിന്ന് മോചിതനായാൽ അദ്ദേഹം ഹെൽത്തി ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം, ആരോഗ്യവാനാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അതാണ് പറയുന്നത്. അത് ആ ഒരു കൺസെപ്റ്റിനകത്ത് പറയുന്നത്. അത് ബേസ് ചെയ്തിരിക്കുന്നത് ജേം തിയറിയാണ്. അപ്പം നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എന്താണ് ജേം തിയറി എന്നും കൂടി നമുക്ക് നോക്കി പോകാം. നോട്ടിനകത്ത് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ജേം തിയറി എന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് മൈക്രോ ഓർഗാനിസംസ് നോൺ ആസ് പാത്തോജൻസ് ഓർ ജേംസ് ക്യാൻ കോസ് ഡിസീസ്. എന്താ പറയുന്നത്? മൈക്രോ ഓർഗാനിസം ആണ് ഈ പാത്തോജൻസ് അല്ലെങ്കിൽ ജേംസ് എന്ന് അറിയപ്പെടുന്ന മൈക്രോ ഓർഗാനിസം ആണ് അസുഖങ്ങൾക്ക് കാരണമാകുന്നത്. അതാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റിനകത്ത് വരുന്നത്. ഈ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മൾ പാത്തോജൻസ് പറയും. അതിനെ തന്നെ പറയുന്ന മറ്റു പേരാണ് ജേംസ് എന്ന്. ആ പേരുള്ളതാണ് ജേം തിയറി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ജേം തിയറിയാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ജേം തിയറി എന്താണ്? അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മൈക്രോ ഓർഗാനിസംസ് നോൺ ആസ് പാത്തോജൻസ് ഓർ ജേംസ് ക്യാൻ കോസ് ഡിസീസ്. അസുഖങ്ങൾക്ക് കാരണമാകുന്നത് ഇത്തരം പാത്തോജൻസ് അല്ലെങ്കിൽ ജേംസ് ആണ് അസുഖങ്ങൾക്ക് കാരണമാകുന്നത്. ഇത് വളരെ ചെറിയ ഓർഗാൻസ് ആണ് അല്ലേ, മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസം ആണ്, വളരെ ചെറിയ ഓർഗാനിസം ആണ്. അത് നമ്മൾ മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ മനുഷ്യരിലോ മൃഗങ്ങളിലോ അത് കയറിക്കൂടാനും അത് ഒരു ഹോസ്റ്റായിട്ട് മാറാനും
പിന്നെ അത് ശരീരത്തിനകത്ത് കയറി അത് അതിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് എല്ലാം ഉണ്ടാവും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് അസുഖങ്ങൾ പിടിപെടാം. അത് പലതരത്തിലുണ്ട്. അതല്ലേ, അത് എന്താ പറയുന്നത്, their growth and reproduction within their host can cause disease. ഒരു മനുഷ്യ ശരീരത്തിലോ മൃഗത്തിൻ്റെ ശരീരത്തിലോ ജീവനുള്ള വസ്തുവിൻ്റെ ശരീരത്തിൽ കയറി അത് അവിടെ കിടന്ന് അതിൻ്റെ വളർച്ചയും പ്രത്യുൽപാദനവും നടക്കുമ്പോൾ അതിൻ്റെ ആ റേറ്റ് കൂടും, അതിൻ്റെ എണ്ണം കൂടും. ആ ഒരു അവസ്ഥയിൽ ആ ഹോസ്റ്റ് എന്താവും, ക്യാൻ കോസ് ഡിസീസ്, അസുഖങ്ങൾ പരത്താനുള്ള രീതിയിൽ അതൊരു ഇതായിട്ട് മാറും. അതാണ് ജെം തിയറി പറയുന്നത്. അപ്പോൾ നമുക്ക് ബയോമെഡിക്കൽ കൺസെപ്റ്റിനകത്ത് ജെം തിയറിയാണ് പ്രതിപാദിക്കുന്നത് ഈ മൈക്രോ ഓർഗാനിസം ആണ് അസുഖങ്ങൾക്ക് കാരണമാണെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതിൻ്റെ ഡ്രോബാക്കിൽ എന്താ പറയുന്നത്, മിനിമൈസ് ദി റോൾ ഓഫ് എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഹെൽത്ത്. അതാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പം ബയോമെഡിക്കൽ കൺസെപ്റ്റിനകത്ത് നമുക്ക് ഫസ്റ്റിലെ നമ്മൾ ആദ്യമേ പഠിച്ചതുപോലെ നമുക്ക് എന്താ പറയുന്നത്, ആബ്സെൻസ് ഓഫ് ഡിസീസ് ആണ് നമുക്ക് ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റിലെത്തിയിരിക്കുന്നത്. അതിൻ്റെ തന്നെയാണ് അതിന് കാരണമാവുന്നത് എന്താണ്, ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ആ അസുഖങ്ങൾക്ക് കാരണമാകുന്നത്. ഇതാണ് ജെം തിയറി ബേസ് ചെയ്തിട്ടാണ് ബയോമെഡിക്കൽ കൺസെപ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അടുത്ത് വന്നിരിക്കുന്ന കൺസെപ്റ്റാണ് എക്കോളജിക്കൽ കൺസെപ്റ്റ്. അപ്പം എക്കോളജിക്കൽ കൺസെപ്റ്റിൽ എന്തൊക്കെയാണ് എക്കോളജിക്കൽ കൺസെപ്റ്റ് ആരോഗ്യത്തിന് ബന്ധപ്പെട്ടിരിക്കുന്നത്? അവിടെ നമുക്ക് ഈ എക്കോളജിസ്റ്റ് എന്തൊക്കെയാണ് എക്കോളജിസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ഹെൽത്ത് ഈസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ്. അല്ലേ, ഗാതമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. ആരോഗ്യം മനുഷ്യനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് നമ്മൾ വസിക്കുന്ന നമ്മുടെ പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് മാൻ ആൻഡ് ഹിസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യൻ്റെ ചുറ്റുപാട് പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആ ഒരു ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ ഒരു ആരോഗ്യം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. അല്ലേ, ശരിയല്ലേ? നമുക്കിപ്പം നല്ല ചുറ്റുപാടിൽ, നല്ല അന്തരീക്ഷത്തിൽ, നല്ല പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്ക് പെട്ടെന്നൊന്നും അസുഖം വരില്ല. എന്നിരുന്നാലും ഒരു മോശപ്പെട്ട പരിസ്ഥിതിയിൽ ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിൽ അങ്ങേർക്ക് നിരന്തരമായിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അല്ലേ, അതല്ലേ അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. അതിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് ഡിസീസ് ഈസ് മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഹ്യൂമൻ ഓർഗാനിസം ടു എൻവയോൺമെൻറ്റ്. മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിയും തമ്മിലുള്ള ഒരു മാൾ അഡ്ജസ്റ്റ്മെൻ്റാണ് ഇത് അസുഖം എന്ന് പറയുന്നത്. മാൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിയന്ത്രണ അതീതമായിട്ടുള്ള കടന്നുകയറ്റം അങ്ങനെ പറയാം. നമുക്ക് ഇപ്പോൾ പ്രകൃതിയുമായിട്ട് ഒരു നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള നല്ല ശുചീകരമായിട്ടുള്ള പ്രകൃതിയിൽ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനപ്പെട്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിയിൽ ഇടപഴകുന്ന മനുഷ്യന് തീർച്ചയായിട്ടും അസുഖങ്ങൾ ഉണ്ടാവാം. ഇനി അതിൽ ഇപ്പം എക്കോളജിക്കൽ കൺസെപ്റ്റിലെ രണ്ട് ഇഷ്യൂ റേസ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഇംപെർഫെക്റ്റ് മാൻ ആൻഡ് ഇംപെർഫെക്റ്റ് എൻവയോൺമെൻറ്റ്. അപ്പം ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ഇംപെർഫെക്റ്റ് മാൻ എന്ന് പറയുന്നുണ്ട്. പെർഫെക്റ്റ് അല്ലാത്ത മനുഷ്യർ, അവരുടെ ജീവിത രീതികൾ ശുചിത്വമില്ലാത്ത ജീവിത രീതികൾ അല്ലെങ്കിൽ ദുശീലങ്ങൾ, അത്തരത്തിലുള്ള ആ ഒരു ഇംപെർഫെക്റ്റ് മാൻ തീർച്ചയായിട്ടും അസുഖങ്ങൾക്ക് വിധേയനാവും. അതേപോലെ തന്നെയാണ് ഇംപെർഫെക്റ്റ് എൻവയോൺമെൻറ്റ്. ഇംപെർഫെക്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളും പരിസ്ഥിതികളും കാര്യങ്ങളെല്ലാം അസുഖങ്ങൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ രണ്ട് ഇഷ്യൂ പറയുന്നത്. എക്കോളജിക്കൽ കൺസെപ്റ്റിൽ രണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത് റൈസ് ടു ഇഷ്യൂസ് ഇംപെർഫെക്റ്റ് മാൻ ആൻഡ് ഇംപെർഫെക്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന എക്കോളജിക്കൽ കൺസെപ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. അതിൻ്റെ പൊരുത്തപ്പെടലുകൾ അതിൽ
മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ്. ഒരു നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, ഹെൽത്തി ആയിട്ട് ജീവിക്കാം. ഇത് തമ്മിലുള്ള ആ ഒരു ഇക്വിലിബ്രിയം എന്താണ്, അതിൻ്റെ ഒരു പൊരുത്തപ്പെടലുകൾ വ്യത്യാസം വരുമ്പോൾ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ആരോഗ്യകരമായിട്ട് ദോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. അത് തന്നെയാണ് എക്കോളജിക്കൽ കൺസെപ്റ്റിലും പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റിലാണ് പറയുന്നത്. എന്തൊക്കെയാണ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ്? സൈക്കോ സോഷ്യൽ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? പോയിന്റുകളായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഈസ് നോട്ട് ഓൺലി എ ബയോമെഡിക്കൽ ഫിനോമിനൻ ബട്ട് വൺ വിച്ച് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അല്ലേ? നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ബയോമെഡിക്കൽ ഫിനോമിനായിട്ട് ഹെൽത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. അത് എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടും കൾച്ചറലായിട്ടും എക്കണോമിക്കലായിട്ടും അതുപോലെ തന്നെ പബ്ലിക് ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്തെങ്കിലുമായിട്ട് നമ്മളെ ഈ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇല്ല, നമുക്ക് ഒരു ബയോമെഡിക്കൽ ഫിനോമിനൻ മാത്രമായിട്ടല്ല ആരോഗ്യത്തെ കാണുന്നത്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യലായിട്ട് നമ്മളെ ആരോഗ്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുരംഗത്ത് നമ്മളിപ്പം സൊസൈറ്റിയിലൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലാനും അവരുമായിട്ട് ഇടകലർന്ന് ജീവിക്കാനൊക്കെ സാഹചര്യങ്ങളുണ്ടാവും, ഇല്ലേ? സൈക്കോ സോഷ്യലായിട്ടും ഉണ്ടാവും, കൾച്ചറലായിട്ടും ഉണ്ടാവും, എക്കണോമിക്കലായിട്ട് സാമ്പത്തികപരമായിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സൈക്കോ സോഷ്യൽ കൺസെപ്റ്റിൽ പറയുന്നത്. നമ്മൾ ഒരു ബയോമെഡിക്കൽ ഫിനോമിനൻ മാത്രമല്ല, മറ്റു തരത്തിലുള്ള സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ കൾച്ചറലായിട്ടും എക്കണോമിക്കലായിട്ടും എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കൺസെപ്റ്റ് വരുന്നത് ഹോളിസ്റ്റിക് കൺസെപ്റ്റാണ്. എന്താണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റിനകത്തേക്ക് വരുന്നത്? It recognizes the strength of social, economic, political and environmental influence of health എന്ന് പറയുന്നുണ്ട്, അല്ലേ? എന്താണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് സോഷ്യലായിട്ടുള്ള ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹെൽത്ത്, അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നത്? ഇംപ്ലീസ് ദാറ്റ് ആൾ സെക്ടർ ഓഫ് സൊസൈറ്റി ദാറ്റ് ഹാവ് എൻ എഫക്റ്റ് ഓൺ ഹെൽത്ത്. ഈ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ സെക്ടറുകളും നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല രീതിയിലാവാം, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലാവാം, അല്ലേ? ആ ഒരു സ്ട്രെങ്ത്തിലാണ് ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് പറയുന്നത്. അതിൻ്റെ ഒരു സ്ട്രെങ്ത്താണ് വേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആൻഷ്യൻ്റ് വ്യൂ എന്ന് പറയുമ്പോൾ സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉയർന്ന ചിന്ത എന്നൊക്കെ പറയില്ലേ? പിന്നെ സൗണ്ട് ബോഡി ഇതിൽ സൗണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്ന സൗണ്ടല്ല. സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് ഫാമിലി ഇൻ എ സൗണ്ട് എൻവയോൺമെൻറ്റ്, എല്ലാം ഒരു ഉയർന്ന നിലവാരത്തിലുള്ള വ്യൂ ആണ് ആൻഷ്യൻ്റ് വ്യൂ ആയിട്ട് പറയുന്നത്. എംഫസസ് ഈസ് ഓൺ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹോളിസ്റ്റിക് കൺസെപ്റ്റിനകത്ത് എന്തൊക്കെയാണ് സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും എൻവയോൺമെൻ്റലായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ ആരോഗ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിലും ഉണ്ട്, അതുപോലെ തന്നെ അത് മോശമായിട്ടുള്ള രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത്തരം പോയിന്റുകൾ നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. അത് നല്ല രീതിയിൽ അത് നമ്മുടെ ആരോഗ്യത്തെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ആണ് കണ്ടത്. ഒരു നല്ലൊരു മൈൻഡ്, നല്ലൊരു സൗണ്ട് മൈൻഡ് ഉണ്ടാണ്, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഒരു നല്ലൊരു ശരീരം ഉണ്ടാവും. ഓക്കെ, പിന്നെ സൗണ്ട് ഫാമിലി, ഒരു നല്ലൊരു കുടുംബം ഉണ്ടാവും. പിന്നെ സൗണ്ട് എൻവയോൺമെൻറ്റ്, അവിടെ തന്നെ ഒരു നല്ലൊരു പരിസ്ഥിതി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരം പോയിന്റുകളാണ് നമുക്ക് ചേഞ്ചിങ് കൺസെപ്റ്റിനകത്ത് പഠിച്ചു പോകാനുള്ളത്. ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു, എക്കോളജിക്കൽ കൺസെപ്റ്റ് പഠിച്ചു, സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് പഠിച്ചു, അതുപോലെ തന്നെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു.